എല്ലാവർക്കും നമസ്കാരം. ഇൻകം ടാക്സ് ആക്ട് 2025 1/4/2026 മുതൽ ഇംപ്ലിമെന്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നതായ ഒരുപാട് സംശയങ്ങൾ ഈ പറയുന്ന ടാക്സ് നികുതിദായകർക്ക്, ടാക്സ് കൺസൾട്ടൻസ് പ്രാക്ടീഷണേഴ്സിന്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസിന് ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നതായ ചില പോയിന്റുകൾ ചർച്ച ചെയ്തു പോകാനുണ്ടാകുന്നതായ ഒരു വീഡിയോ സീരീസ് ആണ്. ഏറ്റവും ആദ്യം ഉയർന്നു വരുന്നതായിട്ടാണ് ചോദ്യം, പുതിയ ഇൻകം ടാക്സ് ഫോംസ് എപ്പം മുതലാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ 25-26, അസസ്മെന്റ് ഇയർ 26-27 പഴയ ആക്ട് 1961 ആക്ടിൻ്റെതായിട്ടുണ്ടാവുന്നതായ പ്രൊവിഷൻസും ഫോമുകളും തന്നെയാണ് അപ്ലിക്കബിൾ ആയിട്ട് വരാം. ഉദാഹരണത്തിന് Q4 25-26 TDS റിട്ടേൺസിന് 24Q, 26Q, 27Q, 27EQ തുടങ്ങിയിട്ടുണ്ടാവുന്നതായ ഫോമുകൾ തന്നെ അപ്ലിക്കബിൾ ആയിട്ട് മാറും. 1/4/2026 തൊട്ട് തുടങ്ങുന്നതായിട്ടുണ്ടാവുന്നതായ ക്വാർട്ടറുകൾക്ക് മാത്രമേ പുതിയ ഫോം 138, 140 തുടങ്ങുന്നതായിട്ടുണ്ടാവുന്നതായ ഫോമുകളിലേക്ക് അപ്ലിക്കബിൾ ആവുകയുള്ളൂ. പുതിയ ചലാൻ നമ്പർ 1001, 1002 തുടങ്ങിയിട്ടുണ്ടാവുന്നതായ ചലാൻ നമ്പറുകളാണ് ഓരോ സെക്ഷൻ ഓഫ് TDSിലേക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം 25-26 ഫൈനാൻഷ്യൽ ഇയർ വരയ്ക്കും അപ്ലിക്കബിൾ അല്ല. 26-27 ടാക്സ് ഇയർ മുതൽ തന്നെയാണ് അത് അപ്ലിക്കബിൾ ആയിട്ട് വരുവാനായിട്ട് പോകുന്നത്. മാത്രമല്ല 25-26 ഫൈനാൻഷ്യൽ ഇയർ, 26-27 അസസ്മെന്റ് ഇയറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നതായ ഈ TDS റിട്ടേണുകളുടേതായിട്ടുണ്ടാവുന്നതായ അക്നോളജ്മെന്റ്സ് ഫോം 16A എന്നുള്ളതെല്ലാം അതുമായിട്ട് തന്നെ അത് തുടരും. മാത്രമല്ല ഇൻകം ടാക്സ് റിട്ടേൺ ഫോംസ് ITR1, ITR2, ITR3 തൊട്ട് ITR7 വരെയുള്ളതെല്ലാം പഴയ പ്രൊവിഷൻസ് തന്നെയാണ് 25-26 26-27 അസസ്മെന്റ് ഇയറിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും.